നട്ടുനനച്ച തോട്ടത്തിൽ നിന്ന് ഒരു കായ്ഫലം പോലും പറിച്ചെടുക്കാൻ കിട്ടാത്ത അവസ്ഥയിലാണ് കണ്ണൂർ പയ്യന്നൂരിലെ കർഷകർ. കാനാ കൈപ്രത്ത് രാധാകൃഷ്ണന്റെയും സമീപത്തെയും കർഷകരുടെ പച്ചക്കറി തോട്ടത്തിൽ വിളകൾ പാകമായാൽ ഉടൻ മോഷണം പോകും. പച്ചക്കറി കള്ളനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് രാധാകൃഷ്ണനും സമീപത്തെ കർഷകരും. പയ്യന്നൂർ കിഴക്കേ കണ്ടങ്ങാളിയിലെ 30 സെന്റ് വയലിൽ രാധാകൃഷ്ണന് ഒരു പച്ചക്കറി തോട്ടമുണ്ട്. വെള്ളരിയും മത്തനും കുമ്പളവും പാവയ്ക്കയും കോവയ്ക്കയും തുടങ്ങി ഒട്ടുമിക്ക പച്ചക്കറികളും ഈ തോട്ടത്തിലുണ്ട്. എന്നാൽ അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കാൻ മാത്രം ഈ കർഷകനെ കള്ളന്മാർ അനുവദിക്കുന്നില്ല. നട്ടുനനച്ച് വിളവോളമെത്തിയ തോട്ടത്തിൽ എന്ത് വിളഞ്ഞാലും അത് കള്ളനെടുക്കും. പച്ചക്കറി കൃഷി ചെയ്താൽ എൻ്റെ മക്കളെ പോലെയാണ് ഞാൻ ഇതിനെ എന്നും നോക്കുന്നത്. ഞാൻ രാവിലെ 6 മണിക്കാണ് കണ്ടത്തിലെത്തുന്നത്. ഒരു 1.5 കിലോമീറ്റർ നടന്നിട്ട് വേണം ഈ കണ്ടത്തിലേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ എത്താൻ. അപ്പോൾ ഇതെല്ലാം പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഈ പച്ചക്കറിയെല്ലാം ഇങ്ങനെ പോയി നശിപ്പിച്ചിട്ട് കൊണ്ടുപോകുന്നതായിട്ട് ഭയങ്കര വിഷമമുണ്ട്. അതുകൊണ്ട് ഈ പ്രസ്ഥാനം മതിയാക്കാൻ പോകുന്നു. ഇനി എങ്ങനെ ചെയ്യാൻ? കാട്ടുപന്നി ശല്യത്തെ പ്രതിരോധിച്ചും ശാരീരിക ബുദ്ധിമുട്ടുകളെ അവഗണിച്ചുമാണ് രാധാകൃഷ്ണൻ കൃഷി ചെയ്യുന്നത്. എന്നാൽ ഇതൊന്നും മോഷ്ടാക്കൾക്ക് വിഷയമേ അല്ല. രാധാകൃഷ്ണന്റേത് കൂടാതെ സമീപത്തുള്ള മറ്റു കർഷകരുടെയും പച്ചക്കറികൾ മോഷണം പോകുന്നുണ്ട്. ഉഴുന്നും തേങ്ങയുമടക്കം വിളകൾ മോഷണം പോകുന്നതും പതിവാകുകയാണ്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി രൂപീകരിച്ച് പച്ചക്കറിക്കള്ളനെ കുടുക്കാനാണ് ഇപ്പോൾ ശ്രമം. ന്യൂസ് മലയാളം, കണ്ണൂർ.